In this class, I will explain some possible modification that we usually do in the first modifications. നമ്മൾ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു പരിചയിച്ചു. ഇനി ഇതിനെല്ലാം ഒന്ന് ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇന്ന് ഈ ലെക്ചറും അടുത്ത ലെക്ചറും ഇത് രണ്ടും കൂടെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു 90-95% കേസസും നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഫസ്റ്റ് മോഡിഫിക്കേഷൻ, എങ്ങനെയാണ് സെക്കൻഡ് മോഡിഫിക്കേഷൻ എന്നുള്ള കാര്യം. സോ അത്രമേൽ സിമ്പിൾ ആണ്. So here I will explain there are questions that I told you in the initial class that there are questions which cannot be which does not contain information about the starting position. അങ്ങനെയുള്ള questions നമ്മൾ ഇനി പറയാൻ പോകുന്നുണ്ട്. So let's look into the possible first modification type of questions. So let's say what are the possible first modification that we use with respect to HP when the solid is placed in HP. അതായത് നമ്മുടെ സോളിഡ് എച്ച് പി ആയിരിക്കുന്നത്. അപ്പോൾ സോളിഡിനെ എച്ച് പിയിൽ പ്ലേസ് ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻസ് നമുക്കറിയാം. ഐദർ ഇറ്റ് ഹാസ് ടു റെസ്റ്റ് ഓൺ എച്ച് പി ഓൺ ഇറ്റ്സ് കോർണർ ഓർ ഓൺ ആൻ എഡ്ജ്. ഒന്നെങ്കിൽ എച്ച് പി ഐയിൽ അതിന്റെ കോർണറിലോ എഡ്ജിലോ റെസ്റ്റ് ചെയ്യുന്ന കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ എച്ച് പിയിൽ പ്ലേസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ്. ഓക്കെ, സോ ഒരു ഫോർ എക്സാമ്പിൾ ഒരു പെന്റഗൺ ആണ് എടുക്കുന്നിരിക്കട്ടെ. പെന്റഗണൽ പിരമിഡ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോ യു ക്യാൻ ഈസിലി റിലേറ്റ് ദിസ് പിരമിഡ് വിത്ത് പ്രിസംസ് ഓൾസോ. ചെറിയ വേരിയേഷനേ ഉള്ളൂ. സോ പിരമിഡ്സിൽ ഒരുപാട് വേരിയേഷൻസ് നമുക്ക് പറയാനുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇനി പിരമിഡിന്റെ സെന്റർ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഇപ്പം ഈ എഡ്ജ് എടുക്കുവാണെങ്കിൽ ആ എഡ്ജിന്റെ സെന്ററിൽ നിന്നും ഓപ്പോസിറ്റ് കോർണറിലേക്ക് ഒരു ലൈൻ വരച്ചു. അതുപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ മറ്റേതെങ്കിലും ഒരു എഡ്ജ് എടുത്ത് അതിന്റെ മിഡ് പോയിന്റിൽ നിന്നും അടുത്ത ഓപ്പോസിറ്റ് കോർണറിലേക്ക് വയ്ക്കുന്ന മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും അതിന്റെ മിഡ് പോയിന്റ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഏതിന്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് ആ മിഡ് പോയിന്റ്സിലേക്ക് എല്ലാം നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഡ്ജുകളും പ്ലോട്ട് ചെയ്തു. സോ ഈ എഡ്ജുകളുടെ എല്ലാം പേര് കൊടുക്കാനൊക്കെ നമുക്കറിയാം. ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദാറ്റ് ബിക്കോസ് വി ഹാവ് മോർ ടു എക്സ്പ്ലെയിൻ ദാറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊജക്ട് ചെയ്യുന്നു, ആക്സിസ് ഉണ്ട്, ഇതെല്ലാം നമുക്കുണ്ട്. ഇനിയും നമുക്കറിയാം വി ആർ ഗോയിങ് ടു മോഡിഫൈ ദിസ് വൺ. ദിസ് ഇസ് ദ വൺ വിച്ച് വി ആർ ഗോയിങ് ടു മോഡിഫൈ. എന്തൊക്കെ മോഡിഫിക്കേഷൻസ് കൊടുക്കാം ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. സോളിഡ് എച്ച് പി യിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ ഇത് എഡ്ജ് ഓൺ എച്ച് പി കണ്ടീഷനിലേക്ക് വരാൻ പോവാണ്. കാരണം നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾറെഡി ഇറ്റ്സ് ഗോയിങ് ടു റെസ്റ്റ് ഓൺ ദിസ് പർട്ടിക്കുലർ കോർണർ, സോറി എഡ്ജ്, റൈറ്റ്. അപ്പോൾ സപ്പോസ് ഇതിന്റെ പേര് സി ഡി എന്നാണെങ്കിൽ ഈ പോയിന്റിന്റെ പേര് വരാൻ പോകുന്നത് സി ഡാഷ് ഇൻ ദ ബ്രാക്കറ്റ് ഡി ഡാഷ് എന്നാണ് വരാൻ പോകുന്നത്, റൈറ്റ്. അപ്പം ഈ അടുത്ത മോഡിഫിക്കേഷൻ എന്തൊക്കെയാണ്? ഒന്നതാണ് ട്രയാങ്കുലർ ഫേസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി എന്നൊരു കണ്ടീഷൻ പറഞ്ഞാൽ എന്തായിരിക്കും അത്? ഞാൻ പറഞ്ഞു, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ലൈൻ, ഇതിന്റെ നെയിം എന്താണ്? എം ഡാഷ് സി ഡാഷ് ഡി ഡാഷ് അല്ലെ. എം ഡാഷ് സി ഡാഷ് ആൻഡ് ഡി ഡാഷ്, ദിസ് ഇൻഡിക്കേറ്റ്സ് എ ട്രയാങ്കുലർ ഫേസ്. അങ്ങനെയാണെങ്കിൽ അത് പെർപെൻഡിക്കുലർ ടു എച്ച് പി എന്നുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. പെർപെൻഡിക്കുലർ ടു എച്ച് പി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിൽ എന്തായിരിക്കും, എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ലൈൻ കാണും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലൈനിനെ പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്യും. കണ്ടോ, ഇത് M1 ഡാഷ് C1 ഡാഷ് D1 ഡാഷ് ആയിട്ട് മാറും. ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ആർക്ക് വെച്ച് കട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, അടുത്ത എൻഡ് പോയിന്റ് കണ്ടുപിടിച്ച് ട്രേസ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ പ്രൊജക്ഷൻസ് ചെയ്യാറിയാം. ദാറ്റ് ഈസ് വെരി സിമ്പിൾ ബിക്കോസ് യു ഓൾറെഡി ലേൺ പ്രാക്ടീസ് ദാറ്റ് ഇൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. എങ്ങനെയാണ് വിസിബിൾ ഹിഡൻ എഡ്ജസ്, അതിന്റെ ഒന്നും റൂളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം പെർപെൻഡിക്കുലർ ആകുക, ട്രയാങ്കുലർ ഫേസ് പെർപെൻഡിക്കുലർ ആകുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇവിടെ ഒരു ആംഗിൾ പോലും അവർ പറഞ്ഞിട്ടില്ല, ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. എന്താണ്? എഡ്ജ് ഓൺ എച്ച് പി വിത്ത് ഇറ്റ്സ് റെസ്റ്റിംഗ് ഓൺ ആൻ എഡ്ജ് ഓൺ എച്ച് പി വിത്ത് ദ ട്രയാങ്കുലർ ഫേസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് ആൻഡ് ഇൻക്ലൈൻ എന്നൊക്കെ വേണേൽ പറയാം കേട്ടോ. അതും സെക്കൻഡ് മോഡിഫിക്കേഷനിൽ ഒരു പോസിബിലിറ്റി ആണ്. ഓക്കെ, സോ ഇതിന്റെ ടോപ്പിക് വരച്ചാൽ വളരെ രസകരമായ ഒരു ടോപ്പിക് നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ സംതിങ് ഇങ്ങനെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്ന ഇതായിരിക്കും നമ്മളുടെ ടോപ്പ് വ്യൂ എന്ന് പറയുന്ന സാധനം. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് ഗോയിങ് ടു ലുക്ക് സംതിങ് ലൈക്ക് ദിസ്. ഇൻട്രസ്റ്റിംഗ് ഫിഗർ. ഓക്കെ, ഇനി അടുത്തൊരു പോസിബിൾ മോഡിഫിക്കേഷൻ എന്താണ്? ഇതാണ് എഡ്ജ് ഓൺ എച്ച് പി. ഐ വിൽ റബ് ദിസ് ഔട്ട്. ഓക്കെ, സോ അതിന്റെ മോഡിഫിക്കേഷൻ വരാൻ പോകുന്നത് ടിപ്പ് സംതിങ് ലൈക്ക് ദിസ്. ഇവിടെ ആയിരിക്കും എം വരാൻ പോകുന്നത്. ആ എമ്മിലേക്ക് എല്ലാം കൂടെ ജോയിൻ ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ ഇത് സ്റ്റിൽ, ഈ ലൈൻ സ്റ്റിൽ റെപ്രസെന്റ്സ് എ ട്രയാങ്കുലർ ഫേസ് ആയിരിക്കും. അതേ ട്രയാങ്കുലർ ഫേസിനെ നമുക്ക് ലൈനായിട്ട് കിട്ടിയിട്ടുണ്ട്.
So the same triangular face can even be modified in the second modification. Okay, ഈ triangular face parallel to VP ആക്കി വെക്കാം, ഈ triangular face on VP ആക്കി വെക്കാം, ഈ triangular face inclined to VP ആക്കാം. So all possibilities are there. Okay, now if it is possible I will explain a question like this also. Okay, now അടുത്ത പോസിബിലിറ്റി എന്തൊക്കെയാണ്? എഡ്ജ് ഓൺ എച്ച് പി ആണ്. ഓക്കെ, പിന്നെന്താണ്? ട്രയാങ്കുലർ ഫേസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി എന്ന് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആക്സിസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി ആകാം, അല്ലെങ്കിൽ ബേസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി ആകാം. സോറി. സോ ഇത് മൂന്ന് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ അല്ല, ദീസ് ആർ 3 ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും? ട്രയാങ്കുലർ ഫേസ് കണ്ടെയ്നിങ് ദ എബോവ് എഡ്ജ് ഇൻക്ലൈൻഡ് എന്നായിരിക്കും. അപ്പൊ നമ്മൾ വരയ്ക്കുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് കേസ് ആണ് പറയുന്നതെങ്കിൽ, അതായത് ട്രയാങ്കുലർ ഫേസ് ഇൻക്ലൈൻ ടു എച്ച് പി ആണെങ്കിൽ നമ്മൾ ആ ഇൻക്ലിനേഷൻ എടുക്കേണ്ടത് ഇവിടെയാണ്. ഇതാണ് ഫസ്റ്റ് കേസ്, ഈ പറഞ്ഞ ഫസ്റ്റ് കേസ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്താണ്? ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി ആണ് എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് വൺ. ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി ആണെങ്കിൽ നമുക്കറിയാം അതെന്തായിരിക്കും? നമ്മൾ 90 മൈനസ് തീറ്റ കൺസെപ്റ്റിൽ ബേസ് മോഡിഫിക്കേഷൻ തന്നെ കൊടുക്കും അല്ലെ? എങ്കിൽ പോലും ആക്സിസ് ഇൻക്ലൈൻ ടു ആയത് കാരണം ആക്സിസ് ആണല്ലോ നമ്മളുടെ, ഇതാണ് നമ്മളുടെ ആക്സിസ്. ആക്സിസ് നമുക്ക് ഇവിടെ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇൻക്ലിനേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, ഇതാണ് 2 എന്നുള്ളത് ഇൻക്ലിനേഷൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ 2 നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് 90 മൈനസ് തീറ്റ ആയിട്ട് എടുത്ത് ബേസ് ഇൻക്ലിനേഷൻ തന്നെയാണ് വരയ്ക്കുന്നത്. സോ വാട്ട് ഐ മെന്റ് ഈസ് ദാറ്റ് if they have asked you the axis inclination, convert it into a base inclination and you take the measurement here. That's how you have to solve it. Okay, now let's look at the third case. In the third case, it is stated that the edge on HP with the slant edge opposite to the edge എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് ഇതാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് സ്ലാന്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പറഞ്ഞ പാർട്ട്. അതിന് ട്രൂ ലെങ്ത് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഈ ലൈൻ പാരലൽ ടു എക്സ് വൈ നിൽക്കുന്നതുകൊണ്ട് ഇത് ട്രൂ ലെങ്തിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. സോ ഇതൊരു പെന്റഗൺ ആയതുകൊണ്ട് എന്താണ്? ഈ പറഞ്ഞ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജിന്റെ ഓപ്പോസിറ്റ് സ്ലാന്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു ഹെക്സഗൺ ആയിരുന്നെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് വരാൻ പോകുന്ന ട്രയാങ്കുലർ ഫേസ് ആയിരിക്കും. ഓക്കെ, ഐ തിങ്ക് യു ക്യാൻ റിലേറ്റ് ദാറ്റ്. നൗ അതായത് what I meant is this. See, ഇതൊരു ഹെക്സഗണൽ പിരമിഡ് ആയിരുന്നുവെങ്കിൽ, ഇതൊരു എഡ്ജിൽ റെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇത് ട്രയാങ്കുലർ ഫേസ് ആയിരിക്കും. പെന്റഗൺ ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് വരാൻ പോകുന്നത്, റെസ്റ്റിംഗ് ഓൺ എഡ്ജ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് വരാൻ പോകുന്നത് ഒരു സ്ലാന്റ് എഡ്ജ് ആയിരിക്കും. ആ ഡിഫറൻസ് ഐ തിങ്ക് യു നോ ദാറ്റ്. ഓക്കെ, നൗ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ലാന്റ് എഡ്ജ് ഓപ്പോസിറ്റ് to the edge is parallel to HP എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? പാരലൽ ടു എച്ച് പി ആണെന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ? ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത് നമുക്ക് വേണം, റൈറ്റ്? ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഹൗ വി ഷുഡ് പ്ലേസ് ഇറ്റ്? ബിക്കോസ് വി ഓൾറെഡി ഹാവ് ദിസ് ട്രൂ ലെങ്ത് ഹിയർ. സപ്പോസ് ഇഫ് യു നെയിം ദിസ് as A and this as M, then this is going to be A dash and this is going to be M dash. We already have A dash M dash true length ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതേ ട്രൂ ലെങ്തിനെ XY ലൈനിന് പാരലൽ ആയിട്ട് പ്ലേസ് ചെയ്യും, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇത് എങ്ങനെ പ്ലേസ് ചെയ്യാം? ഹൗ ക്യാൻ വി പ്ലേസ് ദിസ്? അതാണ് ഡ്രോയിങ് ടിപ്സ് എന്ന് പറയുന്ന സംഭവം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പോയിന്റിൽ നിന്നും ഈ പറയുന്ന AM-ലേക്ക് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ ഡ്രോപ്പ് ചെയ്യും, സംതിങ് ലൈക്ക് ദിസ്. ആ സെയിം പെർപെൻഡിക്കുലർ വേണം ഇവിടെ ആദ്യം വരയ്ക്കാൻ. സേ I will construct a perpendicular, the same perpendicular here. So ഈ perpendicular വേണം നമ്മൾ നേരെ ഇങ്ങോട്ട് ആദ്യം വരയ്ക്കാൻ. So after constructing this perpendicular, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാക്കി ഇങ്ങോട്ടുള്ള ലെങ്തും ഇങ്ങോട്ടുള്ള ലെങ്തും എടുത്തിട്ട് you can recreate this particular solid. ഇപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്താണെന്ന് നോക്കിയേ, നിങ്ങൾ ഓൾറെഡി ഈ പറയുന്ന A dash M dash എന്ന് പറയുന്നത് XY ലൈന് പാരലൽ വെച്ചു. ഇതിനെ നിങ്ങൾ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത് കിട്ടും. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് അല്ലേ? അത് വളരെ ചെറിയൊരു വാക്കിൽ നിന്നാണ് ഈ പറയുന്ന കൺക്ലൂഷൻസ് എല്ലാം നമുക്ക് ഉണ്ടാവേണ്ടത്. എന്താണ്? പാരലൽ ടു എച്ച് പി ആണെങ്കിൽ ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത് ആയിരിക്കും. സോ ഇഫ് യു വാണ്ട് എ ടോപ്പ് വ്യൂ ട്രൂ ലെങ്ത്, ഇറ്റ് ഹാസ് ടു ബി കെപ്റ്റ് പാരലൽ ടു ദി XY ലൈൻ ഇൻ ദി ഫ്രണ്ട് വ്യൂ. Okay, so if it has to be kept parallel here, the one which is being kept parallel should have the true length initially. So അതാണ് AM എന്ന് പറയുന്നത്, A dash M dash എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ട്രൂ ലെങ്ത് ഇല്ലാതെ നമ്മൾ പാരലൽ ആയിട്ട് ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ട്രൂ ലെങ്ത് ടോപ്പ് വ്യൂവിൽ കിട്ടില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ്. And now what is the final one?
the triangular face on HP. അതായത് റെസ്റ്റ് ചെയ്യുന്ന ട്രയാങ്കുലർ ഫേസ് ഏതാണ്? ഈ പറയുന്ന എം ഡാഷ് സി ഡാഷ് ഡി ഡാഷ് എന്ന് പറയുന്ന ഇതേ ലൈനെ നമ്മൾ കൊണ്ടുപോയി എക്സ് വൈ ലൈനെ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ സംതിങ് ഈസ് ലൈയിങ് ഓൺ ദി HP എന്ന് പറഞ്ഞാൽ നേരെ റെഫറൻസ് ലൈൻ. സോ നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സിനിമാറ്റിക് ഫീൽ ഉണ്ട്. എന്താണ്? ഇങ്ങനെ നിൽക്കുന്ന ഒരു പിരമിഡ്, ഇറ്റ്സ് ജസ്റ്റ് ഫോളിങ് അപ്പാർട്ട്. കണ്ടോ? ഇവിടെ നിന്ന് ഓരോരോ ഇൻക്ലിനേഷൻ എടുത്ത് അത് മറിഞ്ഞ് HP യിലോട്ട് വീഴുന്ന ഒരു അവസ്ഥ. യു ജസ്റ്റ് അസ്യൂം ഒരു കാറ്റടിച്ച് ഇതിങ്ങനെ മറിഞ്ഞ് വീഴുന്ന ഒരു ഫീൽ നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക അല്ലേ? നിങ്ങൾ ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രമേൽ രസകരമാണ് ഇതിന്റെ ഒരു ഫോളോ അപ്പ്. പക്ഷെ ആ ഫോളോ അപ്പിൽ പല കണ്ടീഷൻസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഉണ്ടോ? പെർപെൻഡിക്കുലർ ആകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, അതിനുശേഷം ആക്സിസ് ഇൻക്ലൈൻ കണ്ടീഷൻ ഉണ്ട്, പിന്നെ ഇതേ ട്രയാങ്കുലർ ഫേസ് അല്ലെങ്കിൽ സ്ലാന്റ് എഡ്ജുകൾ പാരലൽ ആകുന്ന ഒരു കണ്ടീഷൻ വരുന്നു, പിന്നെ ഫൈനലി ആ ട്രയാങ്കുലർ ഫേസ് HP അറസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ. ഇറ്റ്സ് വെരി വണ്ടർഫുൾ. ഇറ്റ്സ് എ വണ്ടർഫുൾ ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ്. നല്ല രസകരമായ ഒരു വേ ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി കേസസ് when it is resting on a corner. ഇപ്പം എഡ്ജിന്റെ കേസ് നമ്മൾ പറഞ്ഞു, കോർണറിലാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? നോക്ക്, ഇതേ കണ്ടീഷൻ തന്നെ. കോർണർ ഓൺ HP വിത്ത് ലോങ്ങർ എഡ്ജ് കണ്ടെയ്നിങ് ദ കോർണർ. മുമ്പത്തെ ട്രയാങ്കുലർ ഫേസ് പെർപെൻഡിക്കുലർ ആയതിന് പകരം ഇവിടെ എന്താണ്? ലോങ്ങർ എഡ്ജ്. നോക്കി, ഇതാണ് ലോങ്ങർ എഡ്ജ്. ഇപ്പൊ കോർണർ എന്താണ്? ലെറ്റ്സ് സേ ദിസ് ഈസ് A, B and C. So this is going to be C dash and this is going to be M dash. അങ്ങനെയാണെങ്കിൽ നോക്കി, ഈ ലൈനിന്റെ പേര് CM എന്നാണ്. C dash M dash എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ്ങർ എഡ്ജ് ആണ് അല്ലെ? ആ ലൈൻ എന്തായി മാറണം? അപ്പം പെർപെൻഡിക്കുലർ ആവണം. കണ്ടോ? അപ്പൊ അതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ബാക്കി റീക്രിയേറ്റ് ചെയ്യുന്നു, പറയുന്നതുപോലെ ആർക്ക് വരയ്ക്കുന്നു, നമ്മൾ റീക്രിയേറ്റ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. അടുത്ത കണ്ടീഷൻ എന്താണ്? കോർണർ ഓൺ HP വിത്ത് ലോങ്ങർ എഡ്ജ് ഇൻക്ലൈൻ ടു HP. കണ്ടോ? നേരത്തെ കേസിൽ ട്രയാങ്കുലർ ഫേസിന് പകരം ലോങ്ങർ എഡ്ജ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇത് ഫസ്റ്റ് ഇൻക്ലിനേഷൻ ആണെങ്കിൽ ആ ഇൻക്ലിനേഷൻ എടുക്കേണ്ടത് ഇവിടെയാണ്. സെക്കൻഡിന്റെ തേർഡിന്റെ എന്താ വരാൻ പോകുന്നത്? നമുക്ക് ബേസ് ഇൻക്ലിനേഷൻ കൊടുക്കാൻ പറ്റും ഇതിന്. വെരി സിമ്പിൾ ആണ്. പടം കണ്ടാലല്ല ഒരുപോലെ ഇരിക്കും. ലുക്സ് സിമിലർ, വെരി മച്ച് സിമിലർ ടു ദി ഫസ്റ്റ് വൺ, ബട്ട് question is completely different, because if you associate all these statements to take all these statements and if you join together you will get a question. എന്ന് പറഞ്ഞാൽ a pentagonal prism pyramid 60 into 30 30 into 60 resting on a corner on HP with longer edge containing it perpendicular to HP. അല്ലെങ്കിൽ എന്താണ്? with the corner on HP with longer edge is inclined 30 degree to HP, 40 degree to HP, 50 degree to HP. അങ്ങനെ അടുത്ത് നോക്കുക, ഒന്നുകൂടെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്ന ഈ സാധനം വീണ്ടും പെർപെൻഡിക്കുലർ പാരലൽ ആകുന്ന അവസ്ഥ. ട്രയാങ്കുലർ ഫേസ് അപ്പൊ എന്താണ്? നേരത്തെ കേസിൽ സ്ലാന്റ് എഡ്ജ് പാരലൽ എന്ന കണ്ടീഷൻ ആയിരുന്നു. ഇവിടെ എന്താണ്? ട്രയാങ്കുലർ ഫേസ് ആണ്. കാരണം ഈ കോർണറിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ പേര്? ഇതിന്റെ പേര് വരാൻ പോകുന്നത് A dash E dash C dash ആണ്. സോ ആ A dash ഇൻ ദ ബ്രാക്കറ്റ് E dash M dash ഇത് പാരലായിട്ട് വെച്ചു. കണ്ടോ? അപ്പൊ നമ്മൾ മേളിൽ നോക്കുമ്പോൾ എന്തായിരിക്കും? ഈ പറയുന്ന ട്രയാങ്കുലർ ഫേസിനെ ട്രൂ ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ ഷേപ്പ് പാരലൽ ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ ആ ഷേപ്പ് പാരലൽ ടു ദി ടോപ്പ് വ്യൂ ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എക്സാക്ട് ആയിട്ടുള്ള അതിന്റെ ഷേപ്പ് നമുക്ക് ടോപ്പ് വ്യൂവിൽ കിട്ടും. സോ പാരലൽ കണ്ടീഷനിൽ നമുക്ക് ട്രൂ ഷേപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ അടുത്ത് നോക്കിയേ, ഓട്ടോമാറ്റിക്കലി ഇനി ഇത് മറിഞ്ഞ് വീഴുവാണെങ്കിൽ അത് ഇതിലായിരിക്കും റെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഗോയിങ് ടു റെസ്റ്റ് ഓൺ ദി ലോങ്ങർ എഡ്ജ് ഓൺ HP. സോ ഇത് ഞാൻ പറഞ്ഞ ഒരു ഫോളോ ത്രൂ ഉണ്ട്, നമുക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. ആദ്യത്തെ ഫിഗറിൽ ഈ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന ട്രയാങ്കുലർ ഫേസിനെയും സെക്കൻഡ് ഫിഗറിൽ എന്താണ്? ഇറ്റ് റെപ്രസെന്റ്സ് ദി ലോങ്ങർ എഡ്ജ് ഓൺ. അതിന്റെ ഡിഫറെന്റ് പോസിബിലിറ്റീസ് ആണ്. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഹെക്സഗണിന്റെ കേസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഹെക്സഗണെ ഇങ്ങനെ ആ പെന്റഗൺ അവിടെ പ്ലേസ് ചെയ്തേക്കുന്ന സ്റ്റാർട്ടിംഗ് പൊസിഷൻ വരും. ഹെക്സഗണെ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ സെയിം പറഞ്ഞ ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് അതിന് ഈ ഹെക്സഗണും കൊടുക്കാൻ പറ്റും. ഓക്കെ, ട്രയാങ്കിളിനെ ഇങ്ങനെയും പ്ലേസ് ചെയ്താൽ മതി. നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ കേസിലാണെങ്കിൽ എന്താണ്? പെന്റഗണെ തിരിച്ച് പ്ലേസ് ചെയ്യണം നമ്മൾ. ഓക്കെ, ദാറ്റ് മീൻസ് എഡ്ജ് പെർപെൻഡിക്കുലർ വരുന്ന കേസിൽ പ്ലേസ് ചെയ്യുക. ഇപ്പൊ ട്രയാങ്കിളിനെ ദ ഓപ്പോസിറ്റ് വേയും പ്ലേസ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഹൗ ദീസ് ആർ ദ പോസിബിൾ. ഇത്രയൊക്കെയാണ് സാധാരണഗതിയിൽ നമുക്കുള്ളൂ. അപ്പം ഇതെല്ലാം ക്വസ്റ്റ്യന്റെ ഓരോ പാർട്ടാണ്. സോ ഓൾ ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഐ ഹാവ് ഗിവൺ ഇൻ ദ സ്ലൈഡ്സ് ആർ ദ പാർട്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ. സോ ഇഫ് യു ക്ലബ് ദീസ് തിങ്സ് ടുഗദർ വി ക്യാൻ മേക്ക് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ലെക്ചറിൽ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് മോഡിഫിക്കേഷനിൽ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്, വാട്ട് ആർ ദി ഡിഫറെന്റ്
aspects that they usually ask in a question. So ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ കൂടത്തിൽ നെക്സ്റ്റ് ലെക്ചറിലെ സ്റ്റേറ്റ്മെന്റുകളുടെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ you can get a question that I will show you there. Okay, അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. സോ ഇത്രയൊക്കെ എന്നുണ്ടെങ്കിൽ ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിൽ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ എന്തായിരിക്കും അതിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ, ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും, എങ്ങനെ മോഡിഫൈ ചെയ്ത് പോകണം എന്നുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. സോ കീപ് വാച്ചിങ് ദിസ് ആൻഡ് repeat this if you have find some confusions. So these are the possible first modifications. So kindly make a note of these things, and in the next class I will explain about the second modification, the possible second modifications. So thank you.